നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ദ്രൗപദി ഹരണപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിൻ്റെ ആരംഭം നമ്മൾ കുറിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് മുമ്പുള്ള കഥകൾ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കേൾക്കണമെന്നുള്ളവരെ കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് വ്യാസഭഗവാൻ വളരെ വിശദമായിട്ടാണ് സംഭാഷണങ്ങളെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ വർണ്ണനയും വളരെ വിശദമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജയദ്രഥൻ്റെ നിർദ്ദേശപ്രകാരം അയാളുടെ ആത്മമിത്രമായിട്ടുള്ള കോടികാസ്യൻ എന്ന് പറയുന്ന രാജാവ്, ജയദ്രഥൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൗരവരുടെ പെങ്ങളായിട്ടുള്ള ദുശളയുടെ ഭർത്താവായിരുന്നു. പക്ഷെ അയാൾക്ക് ദ്രൗപദിയെ കണ്ടു കഴിഞ്ഞപ്പം ദ്രൗപദിയോട് കാമം തോന്നി. അങ്ങനെ തൻ്റെ ഇംഗിതം അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളെ ദ്രൗപദിയെ ആദ്യമായിട്ടായിരുന്നു ഈ ജയദ്രഥൻ കാണുന്നത്. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ കാമം തോന്നിയ ജയദ്രഥൻ തൻ്റെ ആത്മമിത്രമായിട്ടുള്ള കോടികാസ്യനെ ദ്രൗപദിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയുമായിട്ട് ജയദ്രഥൻ തൻ്റെ മിത്രമായിട്ടുള്ള കോടികാസ്യനെ ദ്രൗപദിയുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുത്തു. ദ്രൗപദി ആ സമയത്ത് അവളൊരു കടമ്പിൻ കൊഴുപ്പ് താഴ്ത്തി പിടിച്ചിട്ട് ഈ അന്യപുരുഷന്മാരെ അവിചാരിതമായിട്ട് കണ്ട ഒരു സംഭ്രമത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കോടികാസ്യം വന്നിട്ട് ദ്രൗപദിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നീ ആരാണ്? നീ അപ്സരസാണോ അതോ ദേവകന്യകയാണോ? അതേതെങ്കിലും രാക്ഷസി വേഷം മാറി വന്ന് നിൽക്കുന്നതാണോ? നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിന്റെ ഭർത്താവ് ആരാണ്? നിന്റെ കുലം ഏതാണ്? നീ എന്താണ് ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അങ്ങനെ കോടികാസ്യൻ ദ്രൗപദിയെ ചോദ്യങ്ങൾ കൊണ്ട് അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ സുരഥരാജാവിൻ്റെ പുത്രനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന രാജാക്കന്മാരെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം. ആ സ്വർണ്ണരഥത്തിൽ നിൽക്കുന്നത് ത്രികർത്ത രാജാവായിട്ടുള്ള ക്ഷേമങ്കരനാണ്. അവൻ്റെ കൂട്ടത്തിലെ വലിയ ധൻസം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കുളിന്ത രാജപുത്രനാണ്. കോടികാസ്യൻ വീണ്ടും തുടരുകയാണ്. ഒരു സുന്ദരി, താൻ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെ ആ പൊയ്കയുടെ അടുത്ത് നിൽക്കുന്ന സുന്ദരനും ദൃഢഗാത്രനുമായിട്ടുള്ള യുവാവിനെ നീ കണ്ടോ? അത് ഞങ്ങളുടെ എല്ലാം രാജാവായിട്ടുള്ള സുബലപുത്രനായിട്ടുള്ള ജയദ്രഥനാണ്. സ്ത്രീകളൊക്കെ അവൻ്റെ ഭർത്തൃപദം കിട്ടാൻ വേണ്ടിയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞ പ്രകാരമാണ് ഞാൻ നിന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. നീ ആരാണെന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കോടികാസ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മനസ്സിലുള്ള സംഭ്രമമൊന്നും പുറത്ത് കാണിക്കാതെ പാഞ്ചാലി വളരെ സമാധാനമായിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹേ രാജപുത്ര, നിന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ആദിത്യ മര്യാദ പാലിച്ചുകൊണ്ട് മാത്രം ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാം. ഇവിടെ നിന്നോട് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ലാത്തത് കൊണ്ട് ഒരു വഴിയാത്രക്കാരനോട് കാണിക്കുന്ന ഒരു മര്യാദ ഞാൻ നിന്നോട് കാണിക്കുകയാണ്. ഞാൻ എൻ്റെ ബന്ധുവർഗവും കുലവും ഒക്കെ പറയാം. ധ്രുപദരാജാവിൻ്റെ പുത്രിയാണ് ഞാൻ. കൃഷ്ണ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഹേ ശൈബ്യ, ഞാൻ 5 വീരന്മാരെ ഭർത്താക്കന്മാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നീ അവരെയൊക്കെ അറിയുമായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തരും വീരന്മാരുമായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയാണ് ഞാൻ. അവരുടെ പേരുകൾ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിങ്ങനെയാണ്. അവർ എന്നെ പർണശാലയിൽ വിട്ടിട്ട് അവര് നായാട്ടിന് വേണ്ടി കാടിൻ്റെ പല ദിക്കുകളിലേക്കായിട്ട് പോയിരിക്കുകയാണ്. മഹാരഥന്മാരായിട്ടുള്ള അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആഹാരമൊക്കെ പാചകം ചെയ്തു തന്നിട്ട് നിങ്ങളെ സംതൃപ്തരാക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും. ഇപ്രകാരം കോടികാസ്യനോട് പറഞ്ഞിട്ട് നിങ്ങൾ കുതിരകളെയൊക്കെ അഴിച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. എൻ്റെ ഭർത്താക്കന്മാർ വന്ന ഉടനെ അവർ കൊണ്ടുവന്ന മാംസം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലി പർണശാലയുടെ ഉള്ളിലേക്ക് പോയി. ഇത് കേട്ടിട്ട് കോടികാസ്യൻ തിരിച്ച് ജയദ്രഥൻ്റെ അടുത്ത് ചെന്നിട്ട് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയദ്രഥൻ ആ കോടികാസ്യനോട് പറഞ്ഞു, ഇവിടെ താൻ ആ സുന്ദരിയുടെ അടുത്ത് പോയിട്ട് വെറും കൈയോടെ വന്നത് ശരിയായില്ല. അവളെ നീ പിടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു. അവളെ കണ്ടതോടു കൂടിയിട്ട് എൻ്റെ ഭാര്യയോടുള്ള താല്പര്യം പോലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ത്രീകളൊക്കെ പെൺകുരങ്ങുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. അവളുടെ ദർശനം കൊണ്ട് എനിക്കിനി ഒരു സ്ത്രീകളിലും താല്പര്യമില്ല. അവൾ മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഇത് കേട്ടിട്ട് കോടികാസ്യൻ വീണ്ടും പറഞ്ഞു, അവള് മനുഷ്യ സ്ത്രീയാണ്. അവള് വീരന്മാരായിട്ടുള്ള പാണ്ഡവരുടെ ഒരേ ഒരു ഭാര്യയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ജയദ്രഥൻ, എന്നാൽ ഞാൻ തന്നെ നേരിട്ട് അവളെ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാമം നിറഞ്ഞ മനസ്സുമായിട്ട് പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നു. കാമം കൊണ്ട് ദുഷിച്ച മനസ്സുമായിട്ടുള്ള ആ രാജാവ് മാൻകൂട്ടിലേക്ക് സിംഹം കടന്നിരുന്നത് പോലെ
ആ പർണശാലയുടെ ഉള്ളിലേക്ക് അനുവാദം കൂടാതെ കയറി ചെന്നു. ബാക്കിയുള്ള 6 രാജാക്കന്മാരോടൊപ്പം എത്തിച്ചേർന്ന അവൻ കയറി ചെന്ന ഉടനെ, നിനക്ക് സുഖമല്ലേ, നിന്റെ ഭർത്താക്കന്മാർക്കൊക്കെ സുഖമല്ലേ എന്നൊക്കെ സുഖാന്വേഷണങ്ങൾ ദ്രൗപദിയോട് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മര്യാദ വിടാതെ തൻ്റെ പർണശാലയിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നിട്ട് പോലും മര്യാദ വിടാതെ ദ്രൗപദി അവനോട് പറഞ്ഞു, ഭവാന്റെ രാഷ്ട്രത്തിനും ഭവാന്റെ രാജ്യങ്ങൾക്കും ഒക്കെ സുഖമല്ലേ? ഭവാന്റെ സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ സുഖമായിട്ട് രാജാക്കന്മാരെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് സംരക്ഷിക്കുന്നില്ലേ? എനിക്കും എൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള പാണ്ഡവർക്കും സുഖം തന്നെയാണ്. നിന്റെ ഈ പാദ്യവും അർഘ്യവും ഈ ആസനവും ഒക്കെ സ്വീകരിച്ച് അങ്ങ് ഇവിടെ വിശ്രമിച്ചാൽ ഭവാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാംസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗങ്ങളുമായിട്ട് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. അതുവരെ ഭവാൻ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചാൽ. ഇത് കേട്ടിട്ട് ജയദ്രഥൻ പറഞ്ഞു, നിന്റെ ഈ സത്കാരത്തിനൊക്കെ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. പക്ഷെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് വേറൊരു കാര്യമാണ്. നീ ഇങ്ങനെ നിന്റെ ഈ ഭീരുക്കളായിട്ടുള്ള ചൂതും കളിച്ച് രാജ്യവും നശിപ്പിച്ച് ഐശ്വര്യം കെട്ട് നടക്കുന്ന ഈ ഭർത്താക്കന്മാരെ എല്ലാവരെയും വിട്ടിട്ട് നീ എന്നോടൊപ്പം വരും. നീ വന്ന് എന്നോടൊപ്പം തേരിൽ കയറുക. അതാണ് യഥാർത്ഥത്തിലുള്ള സുഖം. ഈ പാർത്ഥന്മാരോടുള്ള ഭക്തി കൊണ്ട് നിന്റെ ബുദ്ധിയെല്ലാം കെട്ടുപോയിരിക്കുകയാണ്. നീ ഇങ്ങനെ ഈ കാട്ടിലെ വെറും ഒരു ആശ്രമത്തിൽ കിടന്ന് ഉറങ്ങേണ്ടവളല്ല. നീ എൻ്റെ അന്തഃപുരത്തിൽ റാണിയായിട്ട് വസിക്കേണ്ടവളാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഭീതിപ്പെടുത്തുന്ന ഇത്തരം വാക്കുകൾ ജയദ്രഥൻ പറയുന്നത് കേട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ ദ്രൗപദി കുറച്ച് അകലേക്ക് മാറി നിന്നു. എന്നാലും തൻ്റെ ഭർത്താക്കന്മാർ വരുന്നത് വരെ ഇവനോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ദ്രൗപദി അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാൻ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത്? എൻ്റെ ഭർത്താക്കന്മാരുടെ വീര്യത്തെക്കുറിച്ചിട്ട് ഭവാന് യാതൊരു ധാരണയും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരും ധീരന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഭർത്താക്കന്മാർ. അവരുടെ മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ ഭവാന് യാതൊരു രക്ഷയും ഉണ്ടാവില്ല. ഭവാൻ ഒരു വിഡ്ഢിയെ പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താക്കന്മാരുടെ ധീരതയെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിവ് അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങ് ഒരിക്കലും ഈ ഒരു അവിവേകത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. കാട്ടിലൂടെ പോകുന്ന അങ്ങ് സിംഹത്തിന്റെ തലയിൽ അറിയാതെ ചവിട്ടിയിട്ട് അതിൻ്റെ നെറ്റിയിൽ നിന്നും രോമം പറിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് എൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള പാണ്ഡവരെ പിണക്കിയാൽ അങ്ങയുടെ അവസ്ഥ. അതുകൊണ്ട് അങ്ങ് ദയവേത് അങ്ങയുടെ ഈ ഉള്ളിലുള്ള കാമചിന്തകളെയൊക്കെ മാറ്റിവെച്ചിട്ട് സൗമ്യനായിട്ട് ഞങ്ങളുടെ സത്കാരവും ഒക്കെ സ്വീകരിച്ചിട്ട് ഇവിടുന്ന് പോകണം. വലിയൊരു ആപത്തിൽ നിന്നും അങ്ങേ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ദയവേത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങ് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് മാറണമെന്ന് ഞാൻ അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ടിട്ട് ജയദ്രഥൻ പറഞ്ഞു, എടോ കൃഷ്ണേ, നിന്റെ ഭർത്താക്കന്മാരൊക്കെ എത്തരത്തിൽക്കാരാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ അവരെ കുറിച്ചിട്ട് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സൗവീരന്മാരായിട്ടുള്ള ഞങ്ങള് ധീരതയുടെ കാര്യത്തിൽ ഒട്ടും പുറകെ നിൽക്കുന്ന ആൾക്കാരല്ല. ധീരതയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും പാണ്ഡവരെ കഴിഞ്ഞും മികച്ചവരാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ. പാർത്ഥന്മാര് ഞങ്ങളെ കഴിഞ്ഞും വളരെ താഴേക്കിടയിൽ കിടക്കുന്ന യോദ്ധാക്കളാണെന്ന് നീ മനസ്സിലാക്കൂ. ഒന്നെങ്കിൽ നീ വേഗം വന്ന് എന്നോടൊപ്പം ആനപ്പുറത്ത് കയറുക, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നിട്ട് ആ രഥത്തിൽ കയറുക. നിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും കൂടിയിട്ട് മഹാറാണിയായിട്ട് ഞാൻ എൻ്റെ അന്തഃപുരത്തിൽ വാഴിച്ചുകൊള്ളാം. നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയേ വേണം. ദ്രൗപദി പറഞ്ഞു, നീ എന്നെ വെറും അപരയായിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താക്കന്മാരുടെ ധീരതയെക്കുറിച്ചിട്ടും അവരുടെ പരാക്രമത്തെക്കുറിച്ചിട്ടും നിനക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മണ്ടത്തരം നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് ജയദ്രഥ, നീ ഇപ്പോൾ തന്നെ തിരിച്ചു പോകും. എൻ്റെ ഭർത്താക്കന്മാർ വന്നിട്ട് നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചു എന്നറിഞ്ഞാൽ തന്നെ നിനക്ക് വലിയ ആപത്താണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. പരാക്രമശാലിയായിട്ടുള്ള യുധിഷ്ഠിരനും അർജുനനും ഭീമനും നബില സഹദേവന്മാരും കൂടി അവർ പോരാട്ട വീര്യത്തോടു കൂടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേവന്മാർക്ക് പോലും പിന്നെ അവരുടെ നേരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ജയദ്രഥ, നീ ഇപ്പോൾ തിരിച്ചു പോകുക. അതാണ് നിന്റെ ആയുസിന് തന്നെ നല്ലതെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. ഗാന്ധിയവുമായിട്ട് അർജുനൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സേന മുഴുവനും വെണ്ണീറായി പോകും. ബലവാനായിട്ടുള്ള ഭീമൻ ഗദയുമായിട്ട് ഒന്ന് അലറിയാൽ തന്നെ നിന്റെ സേന മുഴുവനും പേടിച്ച് ഇവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇത് കേട്ടിട്ടും കാമമുഖിതനായിട്ടുള്ള ജയദ്രഥന് ഇവളെ എന്നാൽ ബലമായിട്ട് തട്ടിക്കൊണ്ട് പോകാം എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് അവളെ കടന്നു പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. ആ സമയത്ത് ദ്രൗപദി വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൈകൊണ്ട് ഒരു തട്ട് തട്ടി. ആ തട്ടേറ്റിട്ട് ജയദ്രഥൻ ഒരു മരം വീഴുന്നത് പോലെ മറിഞ്ഞു വീണു. എന്നാലും പൂർവാധി ശക്തിയോട് കൂടിയിട്ട് അവൻ എഴുന്നേറ്റ് വന്നിട്ട് ദ്രൗപദി ഉടുത്തിരുന്ന ചോലയുടെ അറ്റത്ത് പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് അവളെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. പുറത്തു വരുന്ന ധൗമ്യൻ ആ സമയത്ത് അവിടെ എത്തി. ഈ ദാരുണമായിട്ടുള്ള ദൃശ്യം കണ്ട് ജയദ്രഥനെ തടയാൻ വേണ്ടിയിട്ട് ഓടി വന്നു. ആ സമയത്ത് ജയദ്രഥൻ കാമാന്ധനായിട്ടിരിക്കുന്നത് കൊണ്ട് ധൗമ്യനെ ഉപദ്രവിക്കുന്നു പറയുന്ന ദ്രൗപദി എതിർപ്പൊന്നും കൂടാതെ എന്ന് തേരിൽ കയറിയിരുന്നു. ആ സമയത്ത് ധൗമ്യൻ തിരിച്ചു പറഞ്ഞു, മഹാരഥന്മാരായിട്ടുള്ള നിങ്ങളെങ്ങനെ അധർമ്മം ചെയ്യരുത്. നിങ്ങൾക്ക് പാഞ്ചാലിയെ കൊണ്ടുപോകണമെങ്കിൽ
പാണ്ഡവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം കൊണ്ടുപോയിക്കോളൂ. ഇപ്പോൾ നീ കാണിക്കുന്നത് വലിയൊരു അധർമ്മമാണ്. ജയദ്രഥ, നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ധൗമ്യൻ വിളിച്ചു പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ ജയദ്രഥൻ തന്റെ രഥം ഓടിച്ച് വേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ധൗമ്യൻ ആ സമയത്ത് വിലപിച്ചുകൊണ്ട് അവരുടെ പുറകെ വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സമയത്ത് പാണ്ഡവര് 4 ദിക്കിലേക്കും പോയി അവര് മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് ആ മൃഗങ്ങളുമായിട്ട് ഒരു സ്ഥലത്തിൽ ഒന്നിച്ചുകൂടി. ആ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള അശുഭകരമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ട് അവരുടെ മനസ്സ് വല്ലാതെ പേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യുധിഷ്ഠിരൻ വരുന്നു. സൂര്യന് അഭിമുഖമായിട്ട് ഇരുന്നുകൊണ്ട് പക്ഷികളും ജന്തുക്കളും ഒക്കെ വിലപിക്കുന്നുണ്ട്. ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. നമ്മുടെ ആശ്രമത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ ശത്രുക്കൾ ആരോ ആക്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ നിമിത്തം നൽകുന്ന സൂചന. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തണം. ദ്രൗപദിക്ക് എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. അതുകൊണ്ട് നമുക്കിനി ഒട്ടും കാത്തു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവരുടെ രഥങ്ങളിൽ കയറി അതിവേഗത്തിൽ തങ്ങളുടെ ആശ്രമത്തിലേക്ക് യാത്രയായി. ആ സമയത്ത് ഇടതുഭാഗത്തു നിന്നും കുറുക്കന്മാർ ഊരിയിടുന്ന ഇത് കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഉറപ്പിച്ചു, എന്തോ ഒരു പ്രശ്നം ആ നമ്മളുടെ ആശ്രമത്തിൽ നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പരിഭ്രാന്ത ചിത്തരായിട്ടുള്ള അവര് അതിവേഗം പർണശാലയിലേക്ക് എത്തിച്ചേർന്നു. ആ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ദാസഭാര്യയും പാഞ്ചാലിയുടെ ദാസിയുമായിട്ടുള്ള ബാല അവിടെ കുത്തിയിരുന്ന് വിലപിക്കുന്നത് കണ്ടു. അർജുനൻ ആ സമയത്ത് അവളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, കുട്ടി, നീ എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ബാല ആ സമയത്ത് മുഖം തുടച്ചിട്ട് അർജുനനോട് പറഞ്ഞു, രാജാവായിട്ടുള്ള ജയദ്രഥൻ വന്നിട്ട് പാഞ്ചാലിയെ ഇവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ധൗമ്യനെ ആ സമയത്ത് തടയാൻ ശ്രമിച്ചെങ്കിലും ധൗമ്യനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് പാഞ്ചാലി ആ രഥത്തിൽ കയറിയിരുന്ന് അവളെയും കൊണ്ട് അവരെ തിരിച്ചുപോയി. അവർ പോയ വഴി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവർ പോയ വഴിയിലെ വൃക്ഷങ്ങളെല്ലാം വീണ് വാടിക്കിടപ്പുണ്ട്. ആ വഴി അവരെ അധികം ദൂരം പോകാൻ വേണ്ടിയുള്ള സാധ്യതയില്ല. നിങ്ങൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ദ്രൗപദിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കേട്ടിട്ട് പാണ്ഡവന്മാർക്ക് കോപം അടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അവരെല്ലാവരും യുദ്ധസന്നദ്ധരായിട്ട് തങ്ങളുടെ രഥങ്ങളിൽ കയറി വായുവേഗത്തിൽ ഓടിക്കുന്ന കുതിരകളെയും കൊണ്ട് ആ കാട്ടിലൂടെ തെളിക്കപ്പെട്ട ആ വഴിയെ ജയദ്രഥന്റെയും കൂട്ടരുടെയും പുറകെ പായാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേ ദൂരെ പൊടിപടലങ്ങൾ ഉയർന്നു കണ്ടു. ആ സമയത്ത് ആ കൂട്ടം ആ വഴി തന്നെയാണ് പോയതെന്നുള്ള കാര്യം അവര് ഉറപ്പിച്ചു. വീണ്ടും മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ വിലപിച്ചുകൊണ്ട് പായുന്ന ധൗമ്യനെ കണ്ടു. ധൗമ്യൻ ഇവരെ കണ്ടിട്ട് ആർത്തനാഥത്തോടു കൂടിയിട്ട് പറഞ്ഞു, ജയദ്രഥൻ ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് പോയി, അവനെ വെറുതെ വിടരുത്. യുധിഷ്ഠിരനെ അപ്പോൾ ധൗമ്യനെ പിടിച്ചിട്ട് തന്റെ രഥത്തിൽ കയറ്റി അതിവേഗം ജയദ്രഥന്റെയും കൂട്ടരുടെയും പുറകെ ഓടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പരുന്തുകൾ എങ്ങനെയാണോ മാംസത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതേപോലെ തന്നെ അതിക്രൂരതയോട് കൂടിയിട്ട് മനസ്സിൽ അതീവ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് പാണ്ഡവന്മാരെല്ലാവരും ആ ജയദ്രഥന്റെ പടയുടെ പുറകെ അതിവേഗം പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. വൈശമ്പായനൻ തന്റെ കഥ തുടരുകയാണ്. ദൂരെ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള പോർവിളികളും ഞാൺബലിയൊച്ചകളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദൂരെ പാണ്ഡവന്മാരുടെ തേരുകളിലെ കുടികളുടെ അഗ്രഭാഗങ്ങൾ കാണാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ ജയദ്രഥന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. അവൻ ആരൊക്കെയാണ് വരുന്നതെന്ന് നീ എന്നോട് പറഞ്ഞു തരണം എന്ന് ദ്രൗപദിയോട് ജയദ്രഥൻ പറഞ്ഞു. ദ്രൗപദി പറഞ്ഞു, ഈ പ്രവൃത്തി കൊണ്ട് സെറ്റുപോയ നിനക്ക് ഇനി എന്ത് പറഞ്ഞു തന്നിട്ടും എന്ത് കാര്യമാണുള്ളത്? നിന്റെ ഇഹലോകത്തെ വാസം ഏകദേശം അവസാനിക്കാറായി. ഞാൻ നിനക്ക് വേണ്ട രീതിയിൽ മുന്നറിയിപ്പ് തന്നതാണ്. പക്ഷെ നീ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ഇനി അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചുള്ളൂ. ഏറ്റവും മുമ്പിൽ വരുന്നത് ഭർത്താക്കന്മാരിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മരാജാവാണ്. അവന്റെ പുറകെ വരുന്ന ആ ബലിഷ്ഠനായിട്ടുള്ള ആള് ഭീമനാണ്. ഗാന്ഡീവം എന്തിക്കൊണ്ട് വരുന്നത് എൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ധനുർധരനായിട്ടുള്ള അർജുനാണ്. അവരുടെ പുറകെ ചീറ്റുന്ന കൃഷ്ണസർപ്പങ്ങളെ പോലെ വരുന്നത് മാദ്രേയന്മാരായിട്ടുള്ള നകുലനും സഹദേവനുമാണ്. ജയദ്രഥ, നിനക്കും നിന്റെ കൂട്ടുകാർക്കും അവരുടെ കയ്യിൽ നിന്നും ഇനിയും രക്ഷയില്ല. ഈ പോർവിളികൾ കേട്ട് കഴിഞ്ഞപ്പോഴേ ആ രാജാക്കന്മാരെല്ലാവരും കൂടെ ജയദ്രഥനോട് ആലോചിച്ചിട്ട് തിരിഞ്ഞു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അവന്റെ പടകളെല്ലാം പാണ്ഡവർ വരുന്നു എന്നുള്ള വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ വീര്യമറ്റിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ആ സമയത്ത് ജയദ്രഥൻ അവരോട് പറഞ്ഞു, നമുക്ക് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, നിങ്ങളെല്ലാവരും യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സൈന്യത്തിലുള്ള മുഴുവൻ ആൾക്കാരും പാണ്ഡവരെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിലയുറപ്പിച്ചു. ജയദ്രഥൻ തന്റെ കൂട്ടത്തിലുള്ള രാജാക്കന്മാരെയും അവരുടെ ഭടന്മാരെയും ഒക്കെ പോരാട്ട വീര്യത്തോടു കൂടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വൃഥാശ്രമം നടത്തി. പക്ഷെ പാണ്ഡവരുടെ ഈ വീര്യത്തോടു കൂടിയിട്ടുള്ള വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേ ഭടന്മാരെല്ലാവരും അവരുടെ ധൈര്യമെല്ലാം ചോർന്നിട്ട് നിരാശരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വലിയൊരു തിരമാല കടന്നു വരുന്നത് പോലെയാണ് പാണ്ഡവന്മാർ 5 പേര് 5 രഥങ്ങളിലായിട്ട് തങ്ങളുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ ആ വലിയ സൈന്യത്തിനും ആ രാജാക്കന്മാർക്കും തോന്നിയത്. വലിയ ഗതയുമായിട്ട് വരുന്ന ഭീമസേനെ തടയാൻ വേണ്ടിയിട്ട് കോടികാസ്യൻ ഒരു ശ്രമം നടത്തി. കോടികാസ്യൻ തന്റെ മഹാസൈന്യത്തോടു കൂടിയിട്ട് ഭീമസേനെ ചുറ്റിൽ നിന്നും വളഞ്ഞിട്ട് പല രീതിയിലുള്ള ആയുധങ്ങൾ അവന്റെ നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അവൻ ആ മഹാസൈന്യത്തിലെ ആനകളെ ഓരോ പ്രഹരം കൊണ്ട് ഓരോ ആനകളെ വീതം കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവന്റെ ഓരോ പ്രഹരത്തിലും 14 വീതം തേരുകളാണ് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അർജുനൻ സൗവീരിന്റെ നേരെയാണ് തിരിഞ്ഞത്. അവനെ പിടിക്കാൻ പോകുന്ന നേരത്തെ തന്നെ തടയാൻ വന്ന 500 ഭടന്മാരെ നിമിഷ നേരം കൊണ്ട് അർജുനൻ കാലുപുരിക്ക് അയച്ചു. നകുലൻ തേരിൽ നിന്നും ചാടിയിറങ്ങി ശത്രുക്കളുടെ തലകള് നെല്ല് കൊയ്യുന്നത് പോലെ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. സഹദേവൻ ക്രൂരമായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട് തന്റെ മുന്നിൽ വന്നവരെ എല്ലാം നിശേഷം അരിഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു. പ്രകാരം പാണ്ഡവന്മാർ പൊരുതുമ്പോഴേ തൃകർത്ത രാജാവ് വലിയൊരു ഗതയുമായിട്ട് തന്റെ രഥത്തിൽ നിന്ന് ഉയർന്നു ചാടി വന്നിട്ട് യുധിഷ്ഠിരന്റെ 4 കുതിരകളെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. ഇതിനിടയിലുള്ള യുധിഷ്ഠിരൻ രഥത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചന്ദ്രാസ്ത്രം എടുത്തിട്ട് അവന്റെ നേരെ പ്രയോഗിച്ചിട്ട് അതവന്റെ ആ ചന്ദ്രാസ്ത്രം അവന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ആ നിമിഷം തന്നെ ആ തൃകർത്ത രാജാവ് അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. തന്റെ രഥത്തിൽ നിന്നും തെറിച്ചുപോയ യുധിഷ്ഠിരൻ പെട്ടെന്ന് തന്നെ സഹദേവൻ ചെന്നിട്ട് തന്റെ രഥത്തിലേക്ക് കയറ്റി. പിന്നെ 2 പേരും കൂടി ചേർന്നിട്ട് ക്രൂരമായിട്ടുള്ള അസ്ത്രങ്ങള് ആ ഭടന്മാരെ എഴുതിട്ട് അവരുടെ മുമ്പിൽ വരുന്നവരെ എല്ലാവരെയും കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പാണ്ഡവരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നകുലനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് മറ്റൊരു തൃകർത്ത രാജാവായിട്ടുള്ള സുരഥൻ തന്റെ ആനയുമായിട്ട് രഥത്തിന് നേരെ പാഞ്ഞെടുത്തു. സമയത്ത് അതിന്റെ തേരിൽ നിന്നും ഉയർന്നു ചാടിയ നകുലൻ തന്റെ ഭീകരമായിട്ടുള്ള വാളുകൊണ്ട് ആ ഗജത്തിന് നേരെ ആഞ്ഞൊരു വെട്ടുകൊടുത്തു. ആ ഗജത്തിന്റെ തുമ്പിക്കൈ 2 കൊമ്പുകളോടുമൊപ്പം അറ്റുപോയി. ആ ഗജം അവിടെ അലറാൻ പോലും ശേഷിയില്ലാതെ അവിടെ വീട് മരിച്ചു. ഒറ്റ വെട്ടുകൊണ്ട് ഒരു ഗജത്തിനെ കൊന്ന മഹാകൃത്യം കഴിഞ്ഞിട്ട് നകുലൻ തന്റെ തകർന്നുപോയ രഥത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഭീമസേനോടൊപ്പം രഥത്തിൽ കയറി യുദ്ധം ആരംഭിച്ചു. ആ സമയത്ത് ഭീമസേനൻ കോടികാസിനോട് പൊരുതി നിൽക്കുമായിരുന്നു. കോടികാസിന്റെ തേരാളിയെ ഭീമസേനൻ അമ്പെയ്തു കൊന്നു. തന്റെ സൂതൻ മരിച്ചെന്നറിയാതെ കോടികാസ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ട കുതിരകള് ലക്കിൻ ലഗാനുമില്ലാതെ ആ കാട്ടിലൂടെ പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. കോടികാസൻ പരിഭ്രാന്തനായി തന്റെ രഥത്തിലും ചാടി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഭീമൻ ഭീഷണമായിട്ടുള്ള ഒരു കുന്തം ഇത് അവനെ അവിടെ കൊന്നുവീഴ്ത്തി. മറ്റൊരിടത്ത് സൗവീരന്മാരായിട്ടുള്ള 12 രാജകുമാരന്മാരെ അർജുനൻ അവരുടെ എല്ലാം വില്ലറുത്ത് വീഴ്ത്തി ശിരസ് മുറിച്ച് അവരെ എല്ലാവരെയും അവിടെ വീഴ്ത്തി. ശിബിരാജ്യത്തെ രാജകുമാരന്മാര്, തൃകർത്തത്തിലെ രാജകുമാരന്മാര്, സൈന്ധവ്യന്മാര്, അങ്ങനെ തന്റെ മുമ്പിൽ വന്ന എല്ലാവരെയും ഗാന്ധീവത്തിൽ നിന്നും അയക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അർജുനന്റെ ശരങ്ങളേറ്റിട്ട് പടകൾ 4 പാടും ചിതറി ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്റെ ശരമെത്തുന്ന ദൂരത്തുള്ളവരെയെല്ലാം അർജുനൻ ആ അസ്ത്രമെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി. അർജുനന്റെ അസ്ത്രത്തിൽ നിന്നും ആർക്കും രക്ഷയില്ലെന്നുള്ള ഒരു അവസ്ഥ വന്നു. എല്ലാവരും പ്രാണഭയത്താൽ പല സ്ഥലത്തായിട്ട് ഒളിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്റെ കൂട്ടരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും വധിക്കപ്പെട്ടെന്ന് കണ്ട് അതിഭയങ്കരമായിട്ടുള്ള ഭയത്താൽ വിറച്ച ജയദ്രഥൻ പാഞ്ചാലി ഉപേക്ഷിച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം നകുലിന് സഹദേവൻ ചെന്നിട്ട് പാഞ്ചാലിയെ കൈകൾ പിടിച്ച് രഥത്തിൽ നിന്നും ഇറക്കി യുധിഷ്ഠിരന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ജയദ്രഥനും കൂടി പിന്തിരിഞ്ഞ് പാഞ്ഞപ്പോൾ ബാക്കിയുള്ള പടകളെല്ലാം പിന്തിരിഞ്ഞ് പായാൻ തുടങ്ങി. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറകെ പാഞ്ഞ ഭീമനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ധനഞ്ജയൻ പറഞ്ഞു, ഈ നേതാക്കളില്ലാത്ത പാവം ഭടന്മാരെ നമ്മൾ എന്തിനാണ് വെറുതെ കൊല്ലുന്നത്? അവർ നമുക്കൊരു എതിരെയല്ല, അവരെ വിട്ടേക്കും. നമുക്ക് പോയി ആ ദുഷ്ടനായിട്ടുള്ള ജയദ്രഥനെ പിടിച്ചുകൊണ്ടുവരാം. അർജുനന്റെ ഈ അഭിപ്രായം കേട്ടിട്ട് ഭീമൻ തന്റെ യുദ്ധം നിർത്തി യുധിഷ്ഠിരന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പാഞ്ചാലിയും കൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ച് ആശ്രമത്തിലേക്ക് പോവുക. ധൗമ്യനെയും നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടുക. ഞങ്ങൾ ആ ജയദ്രഥനെ പിന്തുടർന്ന് അവനെ കാലുപുരിക്ക് അയച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരൻ പറഞ്ഞു, നിങ്ങൾ അവനെ കൊല്ലരുത്. അവൻ നമ്മളുടെ സഹോദരിയായിട്ടുള്ള ദുശ്ശലയുടെ ഭർത്താവാണ്. അവളെ നിങ്ങൾ വിധവയാക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പാഞ്ചാലിക്ക് അധികമായിട്ടുള്ള കോപമാണ് ഉണ്ടായത്. ദ്രൗപദി പറഞ്ഞു, എനിക്ക് പ്രിയം ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജയദ്രഥനെ കൊന്നിട്ട് മാത്രമേ തിരിച്ചു വരാവുള്ളൂ. രാജ്യത്തെ അപകരിച്ച ശത്രുവിനെയും ഭാര്യയെ അപകരിച്ച വിടനെയും അവര് അപേക്ഷിച്ചാൽ പോലും കൊല്ലാതെ വിട്ടുകൂടാ. ഇത് കേട്ടിട്ട് വീരന്മാരായിട്ടുള്ള ഭീമാർജുനന്മാർ ജയദ്രഥനെ അന്വേഷിച്ച് കാട്ടിലൂടെ പൂർവിളിയുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യുധിഷ്ഠിരൻ ബാക്കിയുള്ള തന്റെ സഹോദരന്മാരുമൊത്ത് ധൗമ്യനുമൊത്ത് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. ആ സമയത്ത് അവിടെയുള്ള ബ്രാഹ്മണന്മാരെല്ലാവരും വിവരം അറിഞ്ഞിട്ട് ആശ്രമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദ്രൗപദിയെ ജയദ്രഥൻ എന്ന് പറയുന്ന ദുഷ്ടൻ തട്ടിക്കൊണ്ടുപോയ കാര്യമോർത്തിട്ട് മാർക്കണ്ഡേയൻ ഉൾപ്പെടെയുള്ള ആ ബ്രാഹ്മണന്മാരെല്ലാം വളരെ ദുഃഖത്തിൽ കഴിയുകയായിരുന്നു. ഇവർ തിരിച്ചു വരുന്ന കണ്ടപ്പോൾ അവർക്കെല്ലാം ആശ്വാസമായി. ഇതേസമയം വനത്തിലൂടെ തേരിൽ കയറി ജയദ്രഥനെ അന്വേഷിച്ചു പോയ അർജുനനും ഭീമനും എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കെട്ട രഥത്തിൽ കയറി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജയദ്രഥന്റെ രഥം വളരെ ദൂരെ മുമ്പിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് കണ്ടു.
അങ്ങ് ദൂരെ ആ രഥങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ അർജുനൻ ഒരു അത്ഭുത കൃത്യം ചെയ്തു. തന്റെ ഗാന്ധീവത്തിൽ നിന്ന് മന്ത്രം ജപിച്ചിട്ട് അസ്ത്രമെടുത്തിട്ട് രണ്ട് അസ്ത്രങ്ങൾ ആകാശത്തിലേക്ക് അയച്ചു. ആ അസ്ത്രങ്ങൾ എന്നിട്ട് ജയദ്രഥന്റെ രഥത്തിൽ കെട്ടിരുന്ന രണ്ട് കുതിരകളെയും കൊന്നു വീഴ്ത്തി. കുതിരകൾ ചത്തു കഴിഞ്ഞപ്പോൾ തേരിൽ നിന്ന് തെറിച്ചിട്ട് ജയദ്രഥൻ ഭൂമിയിലേക്ക് വീണു. ഭീമൻ ഒറ്റ പ്രഹരം കൊണ്ട് ബോധരഹിതനാക്കി. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ വിശദമായിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം.